വാതിൽ തുറന്നിട്ട് പോയിക്കണത് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ കള്ള പറയാണെന്ന്. നീ എന്താണ് അവളെ കൈ പിടിച്ചോടിച്ചത്? പക്ഷെ കള്ളം പറയില്ല. ഞാൻ കൊച്ചിലെ കയ്യിൽ വല്ലതും തൊട്ടോ? പക്ഷേ പിന്നെ നിങ്ങളല്ലേ കള്ളം പറയുന്നത്? നിങ്ങളല്ലേ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ വീട്ടിൽ കയറി വന്ന് ബഹളം വെച്ചത്? അയ്യോ, ഞാൻ ഈ സ്റ്റൂള് കഴിച്ചപ്പോ അത് തന്നില്ല. അപ്പൊ ഞാൻ അത് പിടിച്ചു മേടിച്ചതേ ഉള്ളൂ. ഇനി മേല വീട്ടിൽ ഇങ്ങനെ പെമ്പിള്ളേരെ ഉപദ്രവിച്ചോണ്ടല്ലോ അടിച്ച മണ്ട സ്റ്റൂള് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പോ. നീ ഓർമ്മിച്ചോട്ടാ. എന്റെ കർത്താവ്, പെമ്പിള്ളേർ ഇങ്ങനെയുണ്ടാ? എന്തൊരു കള്ളമാണ് അപ്പൊ വെച്ച് പറയണത്. സത്യം പറയാം തങ്ക, ഞാൻ സ്റ്റൂൾ എടുക്കാനായിട്ട് അവിടെ പോയപ്പോ സ്റ്റൂള് ചോദിച്ചപ്പോൾ അത് തന്നില്ല. ഞാനങ്ങനെ സ്റ്റൂള് പിടിച്ചു വെച്ചപ്പോൾ സ്റ്റൂള് തരണില്ലെന്നേ, അതെടുത്ത് എന്റെ തലക്കടിക്കാൻ നോക്കിയത് അവള്. എന്നിട്ട് കള്ളം പറയുന്നത് ഞാൻ അവളെ കൈ പിടിച്ച് തിരിച്ചെന്ന്. എന്റെ പട്ടി വരും അവളെ കൈ തൊടാൻ. ഞാൻ എന്താ ക്ലീറ്റോ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയണേ? നിങ്ങൾ ഒന്നും ചെയ്തില്ലേ? നിങ്ങൾ ആ സ്റ്റൂൾ സ്വന്തമാക്കാൻ നോക്കിയതിനാ? അത് ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാന്നല്ലേ പറയേണ്ടത്? അതുപോലെ നമ്മുടെ അളിയന്റെ സ്റ്റൂളല്ലേ? അളിയന്റെ ആണെങ്കിൽ അതിൽ കിടന്നു ഉറങ്ങണത് നിങ്ങള്. അതല്ല, ആ സ്റ്റൂൾ ഇവിടെ ഉണ്ടെങ്കിൽ അളിയും ഇവിടെ ഉള്ള പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ പുഴുങ്ങി തിന്നത് ദേഷ്യം വന്നിട്ടോ ക്ലീറ്റോ. ഓരോ പ്രശ്നങ്ങള് അമ്പിളിച്ചേട്ടൻ അവിടെ ഇല്ലെങ്കിൽ അത് പിന്നെ മതി എന്ന് പറഞ്ഞ് കൂടെ ഇറങ്ങി പോരണം. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ ഞാൻ ഈ ക്ലോക്ക് പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ശരിയാക്കാന്ന് പറയുമ്പോ നീ അവരുടെ കൈ പിടിച്ച് ഓടിക്കാൻ പറഞ്ഞു. ഞാൻ കൈയൊന്നും പിടിച്ചില്ല തങ്ക. ഈ പെണ്ണ് പറയണ കർത്താവെ അവളെ തലയിൽ ഇടുത്തി വീഴണേ. ഇങ്ങനെ കള്ളികള് കാലൊടിഞ്ഞെന്ന് ഞാൻ അമ്പിളിച്ചേട്ടന്റെ മുമ്പിൽ കള്ളിയായില്ലേ? ഞാൻ കാലൊടിഞ്ഞെന്നല്ലേ നിന്നോട് പറഞ്ഞു. ആ കാലൊടിഞ്ഞെന്ന് പറഞ്ഞാ ഒരു സ്റ്റൂളിന്റെ കാലൊടിഞ്ഞിട്ടുണ്ടായി ക്ലീറ്റോ. സ്റ്റൂളിന്റെ കാലല്ലടി, പിന്നെ ആരുടെ കാലൊടിഞ്ഞു. തൊടല്ലേ. ഞാനേ ക്ലോക്ക് അവിടെ ആണി അടിച്ച് വെക്കാൻ വേണ്ടി സ്റ്റൂൾ എടുത്തിട്ടിട്ട് സ്റ്റൂളിന്റെ മേളിൽ കയറി ചിറ്റയിലടിച്ച് ആണി അടിച്ചത് സ്റ്റൂൾ ചരിഞ്ഞ് വീണു. ചരിഞ്ഞ് വീണപ്പോൾ എൻ്റെ കാലിൽ കൂടെ സ്റ്റൂളും വീണപ്പോൾ തുടരുന്ന തക്കളി പൊട്ടലുണ്ടോയെന്നൊരു സംശയമുണ്ട്. വേദനയുണ്ട്, ചെറിയ നീരുണ്ട്. നോക്കാനൊന്നുമില്ല. അവിടെ തന്നെ കുഴപ്പമുള്ളത്. അതെ തങ്കം, നമുക്കൊന്ന് ആശുപത്രി വരെ പോയാലോ? എന്താ? ആശുപത്രി പോയിട്ടേ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ പൊട്ടലുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റുമല്ലോ. ആശുപത്രിയിൽ കാല് കാണിക്കാൻ. അതെ, അതിനിപ്പം എക്സ്റേ ഒന്നും എടുത്ത് നോക്കേണ്ട കാര്യമില്ല ക്ലീറ്റോ. അതിപ്പോൾ നമുക്ക് കണ്ടാലറിയാലോ. തന്നെയല്ല, കൈക്കും കാലിനൊന്നും ഡിസ്ക് ഇല്ല. ഏതൊരു ഇതിപ്പോൾ നമുക്ക് കുറച്ച് കൊട്ടൻ ചുക്കാതിയൊക്കെ ഇട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് മാറും. അത് ശീലക്കേടിൻ്റെയാ. അത് ശീലമാവുമല്ലോ. പോരെങ്കിൽ ഇത് മുറ്റത്തിൽ കൂടി 2 റൗണ്ട് ഓട്. അപ്പം നല്ല സുഖം ഉണ്ടാവും. മനസ്സിലായി കാണുമല്ലോ. അത്രേ ഉള്ളൂ കേട്ടാ. എന്താ ക്ലീറ്റോ? ഒന്നുമില്ല.